നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ ഒട്ടേറെ കഥാപാത്രങ്ങളെ പ്രദാനം ചെയ്ത ജോമോളായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. സിനിമയിൽ നിന്ന് മാറി കുടുംബിനിയായി ഇപ്പോൾ ഒരു വ്യവസായ സംരംഭകയായി ജീവിതം മുന്നോട്ട് പോകുന്നു. ജോമോളുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരാം. ഇത്ര നല്ല ബോൾഡായിട്ടുള്ള ജോമോളെ കാണുന്നു. ഇത്രയൊക്കെ ടൂ ഗുഡായിട്ട് പ്ലസന്റ് ആയിട്ട് പെരുമാറുന്ന രാധിയിൽ നിന്ന് ചില കാര്യങ്ങൾ ജോമോൾ പഠിക്കാതെ പോയോ? പഠിച്ചിട്ടില്ല. പഠിക്കണം. ഒരു പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോൾ കുന്നമംഗലം കോടതിയിൽ, മജിസ്ട്രേറ്റ് കോടതിയിൽ അച്ഛനെതിരെ കൊടുത്തിരുന്ന പരാതി ഇന്നായിരുന്നെ കൊടുക്കുമായിരുന്നു? അതെനിക്കറിയില്ല. അത് നമുക്ക് അതിലേക്ക് വരണം. വെറുതെ എന്തിനാ ചില കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞത്, ചിലത് ബാഡ് ഡ്രീംസ് ആയിട്ടും. അല്ല, ഞാൻ ഒരുപക്ഷെ ജോമോൾ ഈ ഒരു ഇന്റർവ്യൂവിന്റെ സമഗ്രതയ്ക്ക് വേണ്ടി വേണമെങ്കിൽ തുറന്നു പറയാം. മനസ്സിപ്പോ നമ്മൾ വളരെ ഇൻഫോർമൽ ആയിട്ട് പോവാം. ഉദാഹരണം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. സ്വന്തം അച്ഛനുമായിട്ടും കുടുംബമായിട്ടും വലിയ കലഹം ഉണ്ടായി, അവർക്കെതിരെ കേസ് കൊടുത്തു, നഷ്ടപരിഹാരം വേണമെന്ന് പറഞ്ഞു, 90 ലക്ഷം രൂപ വേണം. മര്യാദക്ക് ജീവിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് ഒരു ആഗ്രഹവും ഇല്ല അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ ചിലർക്കെങ്കിലും ഒരു സങ്കടം വരുന്നു. ആ ഗണത്തിൽ പെടുന്ന ആളാണെന്ന് മനസ്സിലായി. എനിക്കങ്ങനെ ഒരു വിഷമമില്ല. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യു മേഡ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് നൗ യു ജോമോളെ, ഇതെന്റെ സംഭവം എന്ന് വെച്ചാൽ ഇത് ഓക്കെ, ഇപ്പൊ ജോമോള് പറഞ്ഞ കറക്റ്റ് ആണ്. ഇത് ഇവർക്കൊന്നും ഓർമ്മ പോലും ഇല്ല. വെറുതെ നമ്മൾ ഈ പഴയ ജോമോളിൽ ഇപ്പൊ ഒരു കുമ്പസാരക്കൂട്ടിലിരുന്നത് ആ പാതിര കുർബാനയ്ക്ക് മുമ്പായിട്ടുള്ള കുമ്പസാരക്കൂട്ടില് ഞാൻ 13 കൊല്ലം മുൻപാണ് ഇരുന്നത്. ഇപ്പൊ ഞാൻ എന്നെ അങ്ങനെ ഒരു ചടങ്ങിലേക്കോ ഇതിലേക്ക്, ബിക്കോസ് ഐ ബിക്കേം എ ഹിന്ദു. അപ്പൊ നമുക്ക് ആ കാര്യം വേണ്ട. അപ്പൊ അൺപ്ലസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല? ഇല്ല, തീർച്ചയായിട്ടും ഇല്ല. അൺപ്ലസന്റ് ആയിട്ടുള്ള ഞാൻ നിർബന്ധിക്കില്ല ഒരിക്കലും. ഞാൻ ഉദാഹരണം എനിക്ക് ഒരു ഫ്രീഡം ഉള്ളത് കൊണ്ട് ഒരു കാരണവശാലും എന്താ കാരണം ജോമോളിന്റെ ഒരു ജീവിത രേഖയിലൂടെ ഇങ്ങനെ ഞാൻ പോവുമായിരുന്നു. അപ്പം ഇനി ജോമോൾ വിചാരിക്കും ഈ ബ്രിട്ടാസ് ഒരു മണ്ടറാണ്, എന്റെ പ്രധാനപ്പെട്ട രേഖ ഞാൻ നേരെ മറിച്ചാണ്. യു ഗോട്ട് മീ റോങ്. ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ എന്തൊരു ബ്രില്യന്റ് ആണ്. എന്നെ വിഷമിപ്പിക്കുന്ന ഒരു സാധനം എനിക്ക് അവളോട് ചോദിക്കാമായിരുന്നു. പക്ഷെ ഞാൻ അത് മനഃപൂർവ്വം ചോദിക്കാതിരിക്കുന്നു. അപ്പൊ ഞാനെന്താ വെച്ചാൽ ഞാനിപ്പോ ജോമോൾക്ക് എന്നോട് ഒരു വിഷമം വരാതിരിക്കാൻ വേണ്ടിട്ട് ഞാൻ ചോദിക്കേണ്ടതൊക്കെ ചോദിച്ചു. എന്നിട്ട് ഇനി ഞാൻ പറയാണ്, ഈ ജോമോൾക്ക് ഒരു വിഷമവും സങ്കടവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ ചോദിക്കുന്നേ ഇല്ല. കറക്റ്റ് ആയില്ലേ? എന്തൊരു നല്ലൊരു മനുഷ്യനാണ്. സത്യം. ഞാൻ നേരത്തെ സ്വയമായിട്ട് പറഞ്ഞു. ഹായ് ജോമ. ജോമയും ഞാനും വർഷങ്ങൾ പഴക്കമുള്ള ബന്ധമാണ്. വർഷങ്ങൾ പഴക്കം എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രായമുള്ള മാതിരിയൊന്നും തോന്നരുത്, ഞങ്ങൾക്ക് അധികം പ്രായമൊന്നുമില്ല. പക്ഷെ ഞാനത് പറയാനുള്ള കാരണം, അച്ഛൻ സിനിമയിൽ കൊണ്ടുവന്ന കാലഘട്ടം മുതലേ നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സാണ്. ഫാമിലി ആയിട്ട് വളരെ അടുപ്പമുള്ള ആളാണ് ജോമ. വർഷങ്ങൾ കഴിയുന്തോറും നമ്മളുടെ സൗഹൃദത്തിൻ്റെ ആഴം കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ജോമ? ഒരു കോളേജ് മേറ്റ്, പിന്നെ ഒരു സിനിമാ താരം, പിന്നെ നല്ലൊരു കുടുംബിനി, ഇതാ ഇപ്പോൾ ഒരു ഓൺട്രപ്രണർ. ഈ എല്ലാ മേഖലയിലും ഞാൻ ജോമേനെ കണ്ടു വരുന്ന ഒരാളാണ്. എന്തൊരു കാര്യം വളരെ ആത്മാർത്ഥമായി ചെയ്യുന്നതാണ് അവളുടെ വിജയ രഹസ്യം തന്നെ. മേക്ക് ഇറ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ ഈ ഒരു പുതിയ സംരംഭം ഒരു എക്സാമ്പിൾ തന്നെയാണ് അതിൻ്റെ. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് ജോമ, മേക്ക് ഇറ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ ഈ സ്പെഷ്യൽ ഐഡിയ എങ്ങനെ കിട്ടി? എന്തുകൊണ്ടാണ് ഈ ഫീൽഡിലേക്ക് തിരിഞ്ഞത്? ശ്രീ PV ഗംഗാധരന്റെ മകളാണ് ജോമോളെ. നമ്മളിപ്പം ജോമോളുടെ മേക്ക് ഓവേഴ്സ് വളരെ അത്ഭുതകരമാണ്. എന്താ കാരണം വെച്ചാൽ 3 ചോദ്യങ്ങൾ ഞാൻ അവിടെ ബാക്ക് യാർഡിൽ വെച്ചിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞ ഇപ്പോഴും ആലോചിച്ചു, അത് മറന്നു. ബ്രിങ് ഇറ്റ് ബാക്ക്. ഒരിക്കലും ഞാൻ മറക്കില്ല. ഞാൻ ഒന്നും മറക്കാതെ കാണിച്ചു തരാൻ വേണ്ടത് ഒരു രംഗം പറയട്ടെ. ഒരുപക്ഷെ PVജിയുടെ മകള് ചോദിച്ചതിന്റെ ഭാഗമായിട്ട് Make it special. That's an online gifting portal. അതെ. അതിന്റെ ഐഡിയ കംപ്ലീറ്റ് ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ചന്തുവിനാണ്. കാരണം ചന്തു പകുതി സമയം ഷിപ്പിലാണ്. ഒരു മാസം ഷിപ്പിലാണെങ്കിൽ അടുത്ത മാസം വീട്ടിൽ, അങ്ങനെ. അപ്പം ഞങ്ങളുടെ ഫാമിലിയിലെ ഒരു എന്താ പറയാ, അങ്ങനെ വലിയ ചില ഇമ്പോർട്ടന്റ് ഇവന്റ്സിനൊന്നും
ആള് ഉണ്ടാവാറില്ല. ചിലപ്പം മക്കളുടെ ബർത്ത്ഡേസ് അല്ലെങ്കിൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി അങ്ങനെയൊന്നും ഉണ്ടാവാറില്ല. ആ സമയത്ത് അപ്പം എന്താ പറയാ, ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നാലോചിച്ച് ഒന്നെങ്കിൽ അതിന് മുമ്പ് സെലിബ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ വന്ന് കഴിഞ്ഞിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. അപ്പൊ ആ ഗിഫ്റ്റ് മെയിൻലി ഓൺലൈനായിട്ട് പുള്ളിക്ക് അവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നത് ഒരു കേക്ക് അല്ലെങ്കിൽ ഒരു ബൊക്കെ, ഇത് മാത്രമായിരുന്നു ചെയ്യാം. പക്ഷെ കേക്ക് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും കഴിക്കില്ല, എല്ലാവരും ഈ ഡയറ്റിങ്ങും എല്ലാം പറഞ്ഞിട്ട് ആരും കഴിക്കാറില്ല. ബൊക്കെ ആണെങ്കിൽ ഒരു ദിവസം 2 ദിവസം കഴിയുമ്പോൾ അത് വാടിപ്പോവും. അപ്പോൾ യു സ്പെൻഡിങ് എ ലോട്ട് ഓഫ് മണി ബട്ട് യു ആർ നോട്ട് ഗെറ്റിംഗ് എനി വാല്യൂ ഔട്ട് ഓഫ് ഇറ്റ്, ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് വേസ്റ്റ് എന്ന്. അപ്പൊ എന്നോട് ചോദിച്ചു, അങ്ങനെയാകുമ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു ഒക്കേഷൻ ഗിഫ്റ്റ് ചെയ്തുകൂടാ? ഒരു ഡൈൻ ഔട്ട്, ഒരു സ്പാ, എല്ലാ പെണ്ണുങ്ങൾക്കും ആഗ്രഹമുള്ളതാണ്. ഒരു ഫ്യൂ അവേഴ്സ്, 1 or 2 hour നമ്മുടെ ജോലികളിൽ നിന്ന് മാറ്റി ഒരു സ്പാ അങ്ങനെ ചെയ്ത് കൂടാ? അങ്ങനെ ഒരു സൈറ്റ് ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റ് പുള്ളിയാണ് കൊണ്ടുവന്നത്. അങ്ങനെ സംസാരിച്ചപ്പോൾ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിന്റെ പുറകില് നടന്നു. ഞങ്ങൾ ടൈപ്പായി കേരളത്തിലുള്ള ഒരുവിധം എല്ലാം വലിയ വലിയ ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഹോട്ടൽസ്, എല്ലാ ഹോട്ടൽസുമായിട്ട് ഞങ്ങൾ എക്സ്പീരിയൻസ്. അപ്പൊ ഇപ്പോൾ വേണമെങ്കിൽ പിന്നെ ഞാൻ പൈസ മേടിക്കാതെ പിന്നെ ജോമോളുടെ ബിസിനസ് ഞാൻ പ്രൊമോട്ട് ചെയ്യട്ടെ, പക്ഷെ കിട്ടുന്ന പൈസയുടെ ഒരു ചെറിയൊരു പങ്ക് അത് ഞാൻ മറന്നേക്കരുത്. ഇല്ല, ഓൺ സ്ക്രീൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. എത്ര പെർസെന്റേജ് ആണെന്നൊക്കെ ഉള്ള കാര്യം അത് നമുക്ക് പിന്നെ മാറി പറഞ്ഞുതരാം. എന്തായാലും ഞാൻ വിചാരിക്കുന്നേക്കാളും കൂടുതൽ ജോമോൾ തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ജോമോളുടെ സംബന്ധിച്ചാൽ ആർക്ക് വേണമെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് എന്തും വേണമെങ്കിൽ ഹോട്ടലിൽ താമസിക്കാം. അത് നമ്മള് ഹോട്ടലിൽ താമസം, മെയിൻലി സ്പാ അല്ലെങ്കിൽ ഡൈൻ ഔട്ട്, ഈ സൺഡേ ബ്രഞ്ച്, ലഞ്ച് ബുഫേ അല്ലെങ്കിൽ ഡിന്നർ ബുഫേ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ ഒരു ഹൗസ് ബോട്ട്, യെസ് ഹൗസ് ബോട്ട് ഓഫ് കോഴ്സ്. പിന്നെ അത് അതേഴ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ട്. ഇത് ഞങ്ങൾ മെയിൻ ആയിട്ട് ആദ്യം തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് പുള്ളിയുടെ മനസ്സിൽ അതേഴ്സ് എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി. അതിനകത്ത് മാർഷ്യൽ ആർട്സ്, സുംബ ക്ലാസ്സസ്, പിന്നെ പോട്ടറി മേക്കിംഗ്, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയാ ഈ ബ്യൂട്ടീഷ്യൻ കാര്യങ്ങളില്ലേ, നമുക്കൊരു ഒരു ഹെയർ സ്ട്രൈറ്റനിങ് അല്ലെങ്കിൽ ഒരു ഹെയർ സ്പാ, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ അതേഴ്സിൽ പെടും. ഇപ്പം നമുക്കൊരാൾക്ക് ഒരു 4 ക്ലാസ് എന്താ പറയാ ജിമ്മില് നിങ്ങൾക്കൊരു 4 സെഷൻ ജിമ്മിൻ്റെത് ഞങ്ങൾ ഗിഫ്റ്റ് ചെയ്യുന്നു. ഗോൾഡ്സ് ജിമ്മായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട്. അങ്ങനത്തെ അതേഴ്സ് എന്ന് പറഞ്ഞ ഒരു സ്കൂബ ഡൈവിങ്ങിന്റെ ക്ലാസ്സസ് 3 ക്ലാസ് 4 ക്ലാസ് അങ്ങനെ അതിന്റെ ഇതുണ്ട്. അത് നമുക്ക് നമ്മൾ ഓൺലൈനിൽ നമ്മൾ എങ്ങനെ നമ്മളൊരു കാര്യം സെലക്ട് ചെയ്യുന്നു അതുപോലെ നമ്മൾ പോയി ക്രെഡിറ്റ് കാർഡിലോ ഡെബിറ്റിലോ ചെയ്യാം. നമ്മുടെ ഇതിലോട്ട് കാശ് ഹിറ്റായി നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതൊരു നോട്ടിഫിക്കേഷൻ വന്നാൽ ഇമ്മീഡിയറ്റ്ലി നമ്മൾ വി ആർ ജസ്റ്റ് എ മീഡിയേറ്റർ, വി ആർ ജസ്റ്റ് ലെറ്റിംഗ് ദം നോ. നമ്മളൊരു നടുക്ക് നിൽക്കുന്ന ഒരു ഫെസിലിറ്റേറ്റർ മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ അവരുടെ അടുത്ത് പറയും ഇങ്ങനെ ഒരു ബുക്കിംഗ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതെന്ന് പറഞ്ഞിട്ട് വി വിൽ ട്രാൻസ്ഫർ ദ മണി. അപ്പോൾ അവർ കൺഫർമേഷൻ പറയുമ്പോൾ നമ്മൾ തിരിച്ച് ആര് ബുക്ക് ചെയ്തു എന്നുള്ളത് അവർക്ക് നമ്മളത് ഒരുവിധം നന്നായിട്ട് പോകുന്നു. സ്ലോ പേസിൽ പോകുന്നു. കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് വേണം. പക്ഷെ എനിക്ക് ഷെർഗയെ കുറിച്ച് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് ഞങ്ങൾ ഈ ഒരു കോൺസെപ്റ്റ് വന്നപ്പോൾ ഞങ്ങൾ ആദ്യം ഇങ്ങനെ സംസാരിച്ചു, ടൈപ്പ് ഇങ്ങനത്തെ ഷെർഗയ്ക്ക് ഇവിടുത്തെ ഫോക്സ് വാഗണിന്റെ ഒരു ഇതുണ്ട്, ഡീലർഷിപ്പ് അവരാണ്. അപ്പൊ ഷെർഗയുടെ അടുത്ത് പറഞ്ഞു, ഷെർഗ ഞങ്ങൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റിംഗ് പോർട്ടൽ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളിപ്പം ഓൺ ആവുന്നതേ ഉള്ളൂ. ഇപ്പൊ അതിന്റെ പുറകിൽ നിന്ന് ഞങ്ങൾ ഒരു ട്രയൽ ആൻഡ് എറർ 2 months കഴിഞ്ഞിട്ട് ഞങ്ങളത് മെയിനായിട്ട് ആവത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ വെച്ച് ഞങ്ങൾ എന്ത് രീതിയിൽ പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പം എന്നെ പരിചയം ഉള്ള എന്നെ അറിയാം, എൻ്റെ ഒരു ഫ്രണ്ട് ചന്തുവിനെ അറിയാം, അങ്ങനെ അറിയാം എന്നുള്ള ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് അവരുടെ ചിങ്ങമൊന്നിന് അവരുടെ 10 കാറുകൾ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അവരുടെ വകയായിട്ട് ഞങ്ങളുടെ മേക്ക് ഇറ്റ് സ്പെഷ്യലിന്റെ ഡിന്നർ വൗച്ചേഴ്സ് അവർ കൊടുത്തു. അപ്പൊ അത് തന്നെ ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്കൊരു വലിയ ബൂസ്റ്റ് ആയിരുന്നു. എനിക്ക് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ല, എനിക്ക് വേറെ ഒന്നുമില്ല. എൻ്റെ ഹസ്ബൻഡിനും ബിസിനസ്, ഹീസ് എൻ എഞ്ചിനീയർ, പുള്ളിക്കും ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഒന്നും പ്രൂവ് ചെയ്യാനില്ലാഞ്ഞിട്ട് പോലും കണ്ണടച്ച് ഞങ്ങളെ വിശ്വസിച്ച് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇത്രയും വൗച്ചേഴ്സ് ഷെർഗ പറഞ്ഞു ഞാൻ വാങ്ങും എന്ന് പറഞ്ഞു. ഞാൻ ആദ്യം വിചാരിച്ചു ഓക്കെ അത് തമാശക്ക് പറഞ്ഞു. കറക്റ്റ് അതിന് മുമ്പായി ഷെർഗ പറഞ്ഞു, നമ്മൾ ഇന്നാണ് ലോഞ്ച് വെച്ചിരിക്കുന്ന വണ്ടിയുടെ, അന്ന് യു ഷുഡ് ഓൾസോ കം, നമുക്ക് അതിൻ്റെ ഒരു വലിയ ഇതിൽ കാണിക്കണം, മേക്ക് ഇറ്റ് സ്പെഷ്യൽ എന്നുള്ള എഴുതി കാണിക്കണം, എന്നിട്ട് എല്ലാവർക്കും നമുക്ക് വൗച്ചേഴ്സ് കൊടുക്കാം. വി ആർ ബൈങ് വൗച്ചേഴ്സ് ഫ്രം യു എന്ന് പറഞ്ഞാൽ ഷെർഗ ഒരു ബൾക്ക് എമൗണ്ട് തന്നു. ബോട്ട് ഓൾ ദ വൗച്ചേഴ്സ്. അത് കാർ വാങ്ങിച്ചവരുടെ ഫാമിലിക്ക് വേണ്ടി അത് എനിക്ക് അതിനകത്ത് ആ ഇനീഷ്യൽ ആയിട്ട് എനിക്കൊരു കോൺഫിഡൻസ് തന്നു. എനിക്കും ചന്തുവിനും ഞങ്ങളുടെ ഈ ഫാമിലിക്കും ഒരു കോൺഫിഡൻസ് തന്ന ആളാണ് ഷെർഗ. എപ്പോഴും ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കൂടെ ഒരു സുഹൃത്തായിട്ട്. അതുപോലെ തന്നെയാണ് സുരേഷ്. വെരി ഗുഡ്. വരട്ടെ ഒരാളും. Hi Gauri, I've been told to share a few good things about you. Gauri is my Raki sister, my little sister. I keep
fighting with her whenever I get a chance. But otherwise, on the positive side, I would say that she's a fabulous cook. She makes excellent dal. She's a very focused and hardworking person. Glad to see that she's on this show. Wish her all the very best in her career. Good luck, Gauri. Do well. നല്ല പാചകമാണ്. അത്യാവശ്യം. പാചകത്തിൽ ഒതുങ്ങുക പാചകം ഇല്ല പാചകമായിട്ട് ചെയ്യുന്നുണ്ട്. എവിടെയോ ഒരു കൈപുണ്യം ഉണ്ടായിരിക്കാം, അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. എനിക്കതാ ഞാൻ പറഞ്ഞ അമ്മ, എന്റെ ഹസ്ബൻഡ് അമ്മ തന്നിരുന്ന ഒരു കോൺഫിഡൻസ് ആണ്. എന്തുണ്ടാക്കിയാലും കുറച്ചങ്ങോട്ട് മാറി മറിഞ്ഞെന്ന് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കും, ഇപ്പൊ ചന്തു അല്ലെങ്കിൽ അച്ഛൻ ചോദിക്കാം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, ഒരു വ്യത്യാസമില്ല, അത് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഓക്കെ ശരി എന്ന് പറഞ്ഞു കഴിയും. ആ ഒരു കോൺഫിഡൻസ് അല്ല, അയ്യോ അതിനകത്ത് ഇച്ചിരി അത് കുറഞ്ഞു പോയേ, ഇച്ചിരി കൂടിപ്പോയി, നമ്മൾ തന്നെ നമ്മളെ താത്തിക്കെട്ടി കാണിക്കണം, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് കഴിച്ചോളൂ, ഒരു തരത്തിലും നമ്മൾ താഴാൻ തയ്യാറില്ല. ഇല്ല അങ്ങനെ. ഇത് ഷേനയുടെ ഹസ്ബൻഡാണ്, അയ്യോ ഞാൻ അറിഞ്ഞിട്ടില്ല. എന്തായാലും പിന്നെ ജോമോളില് ഇംപ്രസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുടെ പട്ടികയിൽ വരുന്ന ആളാണ്. ഇനി നമുക്ക് ഒരു ചോദ്യം, ജോമോൾ ഇപ്പം സിനിമയിൽ വന്നു, ബാലതാരമായി, നല്ല നടിയായി, മികച്ച നടിയായി, പിന്നെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കയങ്ങൾ നീന്തി കടന്നു, മണ്ടത്തിലെന്നോ ബുദ്ധിമെന്നോ ഒക്കെ പറയാവുന്ന വലിയ ഇത്രയും സംഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു നടി ഉണ്ടാവില്ല. മണ്ടത്തരമെന്ന് നിങ്ങൾ പറയുന്നത് മണ്ടത്തരമെന്ന് വേണമെങ്കിൽ അന്ന് വ്യാഖ്യാനിക്കാമായിരുന്ന, ഒരു പക്ഷെ അത് ആരോ പറഞ്ഞ ഈ ആത്മാഭിമാനവും ദുരഭിമാനം എന്ന് പറയുന്ന ഒരു ചെറിയ രേഖയുടെ അപ്പുറത്ത് പറഞ്ഞ പോലെ it could have gone either way. It was a razor edge walk. അത് എവിടെയോ ദൈവത്തിന്റെ ഒരു റേസർ എഡ്ജ് വാക്ക്, ഇങ്ങോട്ട് പോവുക അങ്ങോട്ട്. അപ്പൊ അങ്ങനെയൊക്കെ തെറ്റാനുഭവങ്ങൾ അല്ലെങ്കിൽ അത്രത്തോളം ആഗനൈസിംഗ് ആയിട്ടുള്ള മൈൻഡ് ഇതെല്ലാം കഴിഞ്ഞു. ഇന്ന് ഒരുപാട് നടികൾ, യെസ്റ്റർഇയേഴ്സിലെ നടികൾ പോലും സിനിമയിലേക്ക് തിരിച്ചു വരുന്നു. അതുകൊണ്ടായിരിക്കാം ജോമോളുടെ സുഹൃത്ത് ഷേന ചോദിച്ചത് why can't you come back to films? എന്നോട് എപ്പോഴും ചോദിക്കുന്നതാണ് why can't you. ഞാൻ ആ സിനിമ ആ ചോദ്യം അവസാനം വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇനി അതിനു മുമ്പുള്ള രണ്ട് ചോദ്യങ്ങൾ മറന്നു അല്ലേ? ഇല്ല, ഇനിയുണ്ട്. അല്ല, അവസാനം വെച്ചിരിക്കാന്ന് പറഞ്ഞോണ്ട് ഞാൻ അത് പറഞ്ഞതാ. ഇല്ല, ഞാന് 2007 you had made a comeback അല്ലേ ഒരു പടത്തില്? ഇല്ല, I didn't do any movie. ഞാൻ സീരിയലിൽ ചെയ്തു, ഒന്ന് രണ്ടെണ്ണം, അത് കഴിഞ്ഞ് തന്നെ I quit. See, എന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബേസിക്കലി ഒരു ഷൈ ടൈപ്പാണ്. ഞാനൊരു ഗോ ഗെറ്റർ അല്ല. ഞാൻ അങ്ങനെ ഇടിച്ചു കയറി സംസാരിക്കുക അങ്ങനെ എനിക്ക് അതെനിക്ക് ദുരഭിമാനമാണോ എന്ന് വേണമെങ്കിൽ വേറെ ആൾക്കാർക്ക് തോന്നിക്കുന്ന രീതിയിൽ എന്റെ ഹസ്ബൻഡിന്റെ ദുരഭിമാനമായിട്ടില്ല. ചന്തു പറയുന്നത് മലയാള സിനിമയിലെ ഏറ്റവും അഹങ്കാരിയായത് നീയാണെന്ന്. കാരണം നിനക്കൊന്ന് ആരെങ്കിലും നോക്കി ചിരിക്കാൻ എന്തൊരു മടിയാണ്. പക്ഷേ എന്റെ ഒരു കാഴ്ചപ്പാടതല്ല. നമ്മൾ ഇപ്പൊ സ്വയം ഞാൻ ഇന്ന ആളാണ്, ഇത്രയും കാലം സിനിമയിലൊക്കെ അഭിനയിച്ചു, എനിക്ക് ഇത്ര അവാർഡൊക്കെ ഉണ്ട്, ഞാൻ ഇത്ര സിനിമയിലൊക്കെ അഭിനയിച്ചു, ആളുകൾക്ക് എപ്പോഴും കണ്ടല്ലോ എന്നെ മനസ്സിലാകും എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ഞാൻ ഇപ്പോഴും തലയിൽ കെട്ടിട്ട് എല്ലാവരോടും ഹലോ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചിരിക്കുമ്പോൾ തിരിച്ചവരിങ്ങോട്ട് ആരായിരുന്നു മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഭൂമി പിളർന്ന് അവിടെ തന്നെ താഴോട്ട് പോകും. അപ്പം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമോ? എന്നെ ഇപ്പോഴും വെളിയിൽ നിൽക്കുമ്പോൾ ആളുകൾ എന്നെ കാണുമ്പോൾ ചിരിക്കും. I am very conscious. Yeah, I understood. എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. I am very conscious about myself. See, I am very cool. ഇപ്പം ഞാൻ ഒരു കോമൺ മാൻ ആണെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ നടക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ഒരു വീട്ടമ്മ പോലെയാണ്. വീട്ടിലെ സാധനങ്ങൾ വാങ്ങുന്നു, വീടിന്റെ കാര്യങ്ങൾ നോക്കുന്നു, പച്ചക്കറികൾ, ഇത് വീട്ടിലേക്കുള്ള സാധനങ്ങൾ, ബാക്കി കാര്യങ്ങൾ, ബാങ്കിന്റെ കാര്യങ്ങൾ, അങ്ങനെ ഒരു വീട്ടമ്മ. ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് ആ ഒരു പണ്ടത്തെ സെലിബ്രിറ്റി ആണെന്നുള്ള കാര്യങ്ങൾ only when people call me ജോമോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ടിവിയിൽ വരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഷോസ്, അപ്പോഴാണ് നമുക്കൊന്ന് സ്ട്രൈക്ക് ചെയ്യുക. ഇറ്റ് ഇസ് നോട്ട് എവറി ഡേ ആൻഡ് എവറി ടൈം ദാറ്റ് ഐ തിങ്ക് ദാറ്റ് ഓക്കെ ഞാൻ ഇങ്ങനെ ഒരാളാണ്. അപ്പൊ എന്റെ മനസ്സിൽ ഇപ്പോഴും പേടിയുണ്ട്. ഇപ്പൊ ഞാനിപ്പോ സിനിമയിൽ അഭിനയിക്കുന്നവരും എന്റെ കൂടെ പണ്ട് അഭിനയിച്ചവർ 10, 12, 13 കൊല്ലം മുൻപ് അഭിനയിച്ചവരുടെ അടുത്തും ഞാൻ പോയി ചിരിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുമോ, അറിയുമോ? എനിക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു കോംപ്ലക്സ് ഉണ്ട്. സോ അതുകൊണ്ട്
അപ്പൊ ഞാൻ ചിരിച്ചു കഴിഞ്ഞാൽ അവരെന്നെ ആരാന്നോ അല്ല തിരിച്ച് ചിരിക്കാതെ എനിക്ക് ഭയങ്കരമായിട്ടും. പക്ഷേ ഇതൊന്നും സിനിമയിൽ അഭിനയിക്കാതിരിക്കാനുള്ള ഒരു കാരണമല്ല. അല്ല, അപ്പൊ സി ഐ എം കമ്മിങ് ടു ദാറ്റ്. ഞാൻ പറഞ്ഞ അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഗോ ഗെറ്റർ അല്ല, ഇടിച്ചു കയറി സംസാരിക്കുക, കാണുമ്പോൾ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം, ഞാൻ ഐ എം റെഡി ടു ആക്ട്, എനിക്ക് റോള് തരണം, അങ്ങനെയൊന്നും ഞാൻ ചോദിക്കില്ല. പക്ഷേ യു ആർ നോട്ട് അവേഴ്സ് ടു ഇറ്റ്. നോ ഐ എം നെവർ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നല്ല റോള് കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ചെയ്യും. കാരണം എന്റെ അമ്മയും ചന്തും എല്ലാരും പറഞ്ഞിരിക്കുന്നത് യു ഷുഡ്. മക്കള് വലുതായി, മക്കൾ അവരവരുടെ കാര്യങ്ങൾ ചെയ്യാറായി, യു ഷുഡ്. മലയാള സിനിമ ഒരുപക്ഷെ ഈ അഭിമുഖം കാണുന്ന നല്ല സംവിധായകന്മാരും നിർമ്മാതാക്കളും ശ്രദ്ധിക്കും, ഒരു നല്ല നടി ഇങ്ങനെ ചെറിയ അഹങ്കാരമൊക്കെ ഉള്ളതുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തേക്ക് വന്ന് റോള് ചോദിക്കാനുള്ള ഒരു വൈക്ലഭ്യമുണ്ട്. പക്ഷെ അഹങ്കാരമാണെന്ന് കരുതരുത്. അത് സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ് മാത്രം കരുതുക. ഒരു ചെറിയൊരു എന്താ പറയുക ഇൻട്രോവേർട്ട് സ്വഭാവം ഉള്ളത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഒരുപാട് സദ്ഗുണങ്ങളുള്ള ഒരു നടി കൂടിയാണ്. എന്റെ ബിസിനസ് മാർക്കറ്റ് ചെയ്യുന്നു, എന്റെ ആക്ടിംഗ് എന്താണ്. ജോമോൾ എന്നുള്ള നടിക്ക് തിരിച്ച് വീണ്ടും വരാനൊരു ആഗ്രഹം. പക്ഷെ ഇടയ്ക്ക് ചന്തു ചോദിക്കുന്നുണ്ട് ആരോടാ കൂടുതൽ ഇഷ്ടം, ചന്ദ്രനോടാണോ അമ്മയോടാണോ എന്നൊക്കെ ഉള്ളത്. ഒരുപക്ഷെ എന്തൊരു സംശയം മൂപ്പർക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും അങ്ങനെ എപ്പോഴും. കാരണം ബോംബെയിലായിരുന്നപ്പോഴും എല്ലായിടത്തും ചന്തു മരുമകനാണെന്നാണ് എല്ലാരും വിചാരിച്ചിരിക്കുന്നത്. ഇവിടെയാണെങ്കിലും ഞാൻ വീട്ടിലിടപെടുന്നു, അമ്മയായിട്ട് ഇടപെടുന്നു, ഞങ്ങൾ ഒരുമിച്ച് നടക്കുന്നു. ബോംബെയിലായിരുന്ന സമയത്തും ചന്തു ഷിപ്പിൽ പോകും, ഞാനിവിടെയാണല്ലോ വീട്ടിലിരിക്കുന്നത്, അമ്മയുടെ കൂടെ ആണിക്കല്ലോ. അപ്പം ഞങ്ങൾ ഫ്ലാറ്റിൽ എപ്പോഴും വെളിയിലിറങ്ങും. അപ്പം ചന്തു ഷിപ്പിൽ നിന്ന് തിരിച്ചു വരുമ്പം അവർ ചോദിക്കും, എപ്പോൾ വന്നു? അപ്പോൾ പറഞ്ഞു ഇന്ന് വന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു മാസമായി വന്നിട്ട്. എപ്പോൾ വീട്ടിൽ പോകുന്നു? ഇതെന്റെ വീട്. ബേട്ടാ അത് നിങ്ങളുടെ വീട് തന്നെയാണ്, മനസ്സിലായി, ഭാര്യയുടെ വീടാണ്. ഇനി നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നത്? പറഞ്ഞു ഇത് എന്റെ വീടാണ് എന്ന് പറയാം. അത് മനസ്സിലായി, ഭാര്യയുടെ വീടും നിങ്ങളുടെ വീടാണ്, ഭാര്യയുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ അച്ഛനായിട്ട് കണക്കാക്കുന്നത് നല്ലതാണ്. പക്ഷെ എന്നാണ് നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ഭാര്യയെ കൊണ്ടുപോകണേ എന്ന് ചോദിക്കുന്നതാണ്. എല്ലാവരുടെയും വിചാരം, ബോംബെയിലുള്ള എല്ലാവരുടെയും വിചാരം സണ്ണിലോ ആണെന്നാണ്. വീട്ടിലും അങ്ങനെയാണ്. എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് വണ്ടി ഓടിക്കുന്ന സമയം, മറ്റേത് വണ്ടി ഞാൻ ഐ ലവ് ഡ്രൈവിംഗ്. ഞാൻ കല്യാണം കഴിച്ച സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ചന്തുവാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് വണ്ടി ഓടിച്ച് പഠിക്കാൻ. ഇപ്പം ഞങ്ങള് മഹാരാഷ്ട്ര, ബോംബെ എല്ലാം ഹൈവേ ഡ്രൈവിംഗ് എല്ലാം ചെയ്യും. അപ്പം പണ്ട് ഡ്രൈവിംഗ് ചന്തുവിനെ മാത്രം അറിയുന്നുണ്ട്, അത് ചന്തുവിന്റെ അപ്പർ ഹാൻഡ് ആയിരുന്നു. വന്നു കഴിഞ്ഞാൽ അപ്പം എവിടെയെങ്കിലും ചന്തുവിനെ പോകാം, ഇപ്പൊ എനിക്ക് പറ്റില്ല, ഇപ്പൊ എനിക്ക് പണിയുണ്ട് എന്ന് പറയും. അപ്പൊ അമ്മയും ഞാനും കൂടി ഇങ്ങനെ ഇരിക്കും. ഇപ്പൊ ഞാൻ ഡ്രൈവിംഗ് പഠിച്ച് വണ്ടി ബോംബെയിൽ എടുക്കാൻ തുടങ്ങിയ സമയത്ത് ചന്തുവിനോട് ചന്തു വെളിയിൽ പോകും, ഇല്ല എനിക്ക് പണിയുണ്ട്. നീ വരുന്നിട്ട് വരണം, ഞാൻ അവളോട് പോകും എന്ന് പറയുമ്പോഴത്തേക്കും ചന്തു പറയും, എനിക്കിപ്പോ അതിനും കൂടെ എന്റെ ഒരു ആവശ്യമാണ്. അങ്ങനെ ഒരു കോംപ്ലക്സ് ആണ്. ഇപ്പൊ ഞാൻ ചോദിക്കാം, ഇടത്ത് കൈയാണോ വലത്ത് കൈയാണോ കൂടുതൽ? ചന്തു ഇടത് കൈയാണോ വലത് കൈയാണോ? ഇടത്ത് കൈയാണോ വലത്ത് കൈ? ചന്തു ഇടത് കൈയാണോ വലത് കൈയാണോ? ചന്തു എന്റെ വലത്ത് കൈയും അമ്മ എന്റെ ഇടത്ത് കൈയും. കാരണം രണ്ട് കൈ ഇല്ലാതെ നമുക്ക് പറ്റത്തില്ല. നമ്മൾ വിചാരിക്കും വലത്ത് കൈ കൊണ്ട് ആഹാരം കഴിക്കുന്നു. എനിക്ക് പ്രശ്നം. അതെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ബാക്കി ചോദ്യം ചോദിച്ചതാരാ, അതിന് ഞാൻ ഉത്തരവാദം കഴിഞ്ഞു. അതെ അതെ, ഞാൻ ഇടത്തുനിന്ന് ആര് വലത്തെന്ന് പറയും. എന്തുകൊണ്ട് ഇടത്ത് വലത്തെന്നുള്ള അവര് തമ്മിൽ തർക്കിച്ചോട്ടെ. ഇതുകൊണ്ട് തന്നെയായിരിക്കും അമ്മ ചോദിച്ചത്, ജോമോളെ ഗൗരി ഈ പക്വത എങ്ങനെയാണ് ആർജിച്ചത്? നമ്മൾ പെൻഡിങ്ങിൽ വെച്ച മൂന്നാമത്തെ പക്വത എന്ന് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ ഒന്ന് രണ്ട് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഇല്ല. എനിക്ക് ചിലപ്പോൾ വലിയ കാര്യങ്ങളോടും ദേഷ്യം വരില്ല. ചിലപ്പോൾ എന്തെങ്കിലും ചെറിയൊരു കാര്യം മതി എനിക്ക് ദേഷ്യം വരാൻ. ഒന്ന്. രണ്ടാമത് ഞാൻ പറഞ്ഞല്ലോ, അഡ്ജസ്റ്റ്മെന്റ് ലെവൽ. നമ്മളിപ്പം എല്ലാവരും നമ്മൾ പരസ്പരം ഇപ്പം നമ്മളിരുന്ന് സംസാരിക്കുന്നത്, ഞാൻ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, ചില ആൻസറുകൾ ഞാൻ പറയുന്നില്ല, ചില ആൻസറുകൾ ഞാൻ മനഃപൂർവ്വം പറയുന്നില്ല, വഴിമാറി പറയുന്നു. അത് സാർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, ഈ ഷോ മുന്നോട്ട് പോകും. ഇല്ല, അത് പറഞ്ഞിരിക്കണം, നമ്മളെ ഷോ ഇനി മുന്നോട്ട് അവിടെ തീർന്നു. സോ എവ്രിവെയർ there is. ചില സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, ഷോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതെ, പണ്ട് അതാണ് പറഞ്ഞ, പണ്ടത്തിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. ഒന്നത്. രണ്ടാമത്, എനിക്ക് പൈസക്ക് ഭയങ്കര വാല്യൂ ആണ്. എനിക്ക് ആളുകള് കാശിന് വാല്യൂ കൊടുക്കാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. ഐ വാല്യൂ മണി ബിക്കോസ് ഞാൻ വർക്ക് ചെയ്തിരുന്നു, എന്റെ കാശ് ഹാർഡ് ഏൺഡ് ആണ്. ഐ വാസ് നോട്ട് ബോൺ വിത്ത് എ സിൽവർ സ്പൂൺ, നീദർ ഇസ് ചന്തു. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ദൈവം അനുഗ്രഹിച്ച് ഇന്ന് ഈ ഒരു പൊസിഷനിൽ എത്തിയിരിക്കുന്നത്. സോ ഐ വാല്യൂ മണി. 5 രൂപയാണെങ്കിലും എനിക്കതിന് വിലയുണ്ട്, 10 രൂപയാണെങ്കിലും എനിക്കതിന് വിലയുണ്ട്. ഐ വാല്യൂ.
ചില ആളുകൾ ഒരു വിലയും ഇല്ലാതെ സംസാരിക്കുമ്പോൾ എനിക്കിഷ്ടമല്ല. സോ എനിക്ക് അങ്ങനത്തെ ചില ഐ ഡോണ്ട് നോ അതെല്ലാവർക്കും ഓരോരുത്തരുടെ സ്വഭാവത്തിൽ അത് പൊട്ടത്തരങ്ങളാണോ അപ്പൊ മേ ബി അങ്ങനത്തെ 1-2 കാര്യങ്ങൾ നമ്മളെ ലൈഫിലോട്ട് അത് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ അത് പക്വതയായിട്ട് അവർക്ക് തോന്നുന്നതാണോ എന്ന് എനിക്കറിയില്ല. അവരുടെ ഫീലിംഗ് ആണ് ഏറ്റവും പ്രധാനം, നമ്മുടെ സ്വഭാവത്തെക്കാൾ പ്രധാനം അത് അവരിൽ. അതുപോലെ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. ഇപ്പം ഞങ്ങള് ജോയിന്റ് ഫാമിലി, ഞാൻ ലാർജ് ഫാമിലി, അച്ഛനും അമ്മയും, ചന്ദ്രന്റെ അച്ഛനും അമ്മയും എന്റെ മക്കളും എല്ലാവരും ആയിട്ട് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നു. മക്കൾക്ക് അമ്മയോടും അച്ഛനോടും ഒരുപാട് ഫ്രീഡം ഉണ്ട്. പക്ഷെ ചിലപ്പോൾ ഫ്രീഡം കൊടുക്കുമ്പോൾ മക്കളാണ്, പിള്ളേരാണ്, അവർക്ക് അറിയില്ല. അവര് ചിലപ്പം അപ്പൂപ്പ അമ്മൂമ്മ അവരുടെ ടോണിൽ മാറ്റം ഉണ്ടെങ്കിൽ പോലും ഞാൻ അവരോട് വഴക്ക് പറയും. ഒരു തരത്തിലും ഒരു ബഹുമാനക്കുറവ് കാണിക്കാമോ? ഇറ്റ് ഇസ് നോട്ട്. അപ്പൊ അമ്മ പറയും ഇല്ല അത് സാരമില്ല. ഞാൻ പറഞ്ഞ കുട്ടികളാണെങ്കിലും ഞാൻ പറഞ്ഞ കുട്ടികളാണെങ്കിലും അവര് അറിഞ്ഞ് കണ്ടു. കാരണം സി ചന്തു ഇവിടെ ഇല്ല മോസ്റ്റ് ഓഫ് ദ ടൈം. ചന്തു ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ജോമോളെ ഈ പറഞ്ഞ പോലെ സ്വന്തം മക്കളാണ്, അവരവരുടെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും. അതിന് ഞാൻ ഒരു കുറവും. അപ്പൊ ഞാൻ നേരത്തെ കണ്ടുപിടിച്ച ഒരു രോഗമായിരുന്നു, രണ്ടാമത്തെ രോഗം കൂടി ഉണ്ട് ഈ പറഞ്ഞ പോലെ. ഈ പിള്ളേരെ പീഡിപ്പിക്കത്തുമില്ല പേടിപ്പിക്കത്തുമില്ല. അവർക്ക് എങ്ങനെയോ ഒരു പേടി ഉണ്ട്. എന്നുവെച്ചാൽ എന്നോട് വളരെ സ്നേഹവുമാണ്. പക്ഷെ എന്നാലും ഒരു പേടി ഉണ്ട്. കാരണം ഒരാള് വീട്ടിലെ അമ്മ എപ്പോഴും ഐ ഓൾവേസ് ഫീൽ വീട്ടിലെ അമ്മ എപ്പോഴും ഒരു പേടി. കാരണം ചന്തു വൺസിന്റെ ഫയലാണ് വീട്ടിൽ വരുന്നത്. എനിക്ക് ചന്തുവിനോട് പിള്ളേരെ ഡിസിപ്ലിൻ ആക്കാൻ പറയാൻ പറ്റത്തില്ല. അവർക്ക് ആ ഒരു സ്നേഹം എന്നെയാണ് എന്നും കാണുന്നത്. ഐ ആം ദ ബാഡ് വുമൻ ഇൻ ദിയർ ലൈഫ്. ലെറ്റ് ഇറ്റ് റിമെയിൻ ലൈക്ക് ദാറ്റ്. ഗൗരി ചേച്ചി എന്ന് പറയുന്ന ആളെ എനിക്ക് തോന്നുന്നു ഞാൻ പരിചയപ്പെട്ടിട്ട് ഇപ്പൊ ഒരു 2 വർഷം. പരിചയപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സുരേഷ് ഏട്ടനുണ്ട്, സുരേഷ് ഗോപി, പുള്ളിക്കാരൻ വഴിയാണ് ചേച്ചിയെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. അപ്പം രാധിക ചേച്ചി ഞാനും കൂടെ ഞാൻ സ്ഥിരം അവരുടെ വീട്ടിൽ പോകാറുണ്ട് കോളേജൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം ഗൗരി ചേച്ചി എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥിരം ഗസ്റ്റ് ആയിട്ട് വരുന്ന ഒരാളാണ്. അവിടുത്തെ ഒരു വീട്ടുകാരി പോലെ തന്നെയാണ് ചേച്ചി ഉള്ളത്. അപ്പം എവിടെ എപ്പോൾ ചെന്നാലും അവിടെ എപ്പോഴും ഗൗരി ചേച്ചി ഉണ്ട്. അപ്പം അവിടെ ചേച്ചിയെ കാണുമ്പോൾ തൊട്ട് എപ്പോഴും എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ചേച്ചിയെടുത്ത് മിണ്ടണം, സംസാരിക്കണം എന്നൊക്കെ. കാരണം കൊച്ചിലെ തൊട്ട് സിനിമ കണ്ട് എന്തോ ചേച്ചിക്കൊരു എന്തോ ഒരു ഫാസിനേഷൻ മാതിരി എനിക്ക് ചേച്ചിയെടുത്ത് തോന്നിയിട്ടുണ്ട്. അപ്പോൾ സംസാരിക്കാൻ ശ്രമിക്കുന്ന സമയത്തൊക്കെ ചേച്ചിക്ക് എനിക്ക് തോന്നുന്നു മിണ്ടൂല. ആദ്യം ഭയങ്കര റിസർവ്ഡ് ആണ് ആള്, ഒന്നും സംസാരിക്കൂല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ജാടയുള്ള ആളായിരിക്കും, അങ്ങനെ ഒന്നും ആർക്കും മിണ്ടത്തില്ല. കാരണം വീട്ടിൽ വരുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരോടും ചേച്ചി മിണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. വളരെ ചുരുക്കമായിട്ടുള്ള ചേച്ചിക്ക് ക്ലോസ് ആയിട്ട് തോന്നുന്ന ആൾക്കാർക്ക് മാത്രം മിണ്ടെന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഒരു സുപ്രഭാതത്തിൽ എന്തോ ചേച്ചി ഞാനും സംസാരിച്ച് തുടങ്ങി, ചേച്ചിയുടെ ഹസ്ബൻഡ് വഴി. അപ്പോൾ അങ്ങനെ സംസാരിച്ച് ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആയി. ഇപ്പം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു എനിക്ക് എൻ്റെ ഒരു മൂത്ത ചേച്ചിയുടെ അതേ സ്ഥാനമാണ് ഞാൻ ചേച്ചിക്ക് കൊടുത്തിരിക്കുന്നത്. എൻ്റെ സ്വന്തം ചേച്ചിയെടുത്ത് ഞാൻ പറയാത്ത കുറേ കാര്യങ്ങൾ എന്നെ ചേച്ചിയെടുത്ത് ഞാൻ സംസാരിക്കാറുണ്ട്, കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. എനിക്ക് പേഴ്സണൽ പ്രോബ്ലംസിൻ്റെ രീതിയിൽ എന്തുണ്ടെങ്കിലും എനിക്കറിയാം. ചേച്ചി ഒരു ഫോൺ കോൾ വിളിച്ചാൽ ചേച്ചിയും ചേട്ടനും രണ്ടുപേരും അവിടെ വരും. അപ്പം അത്രയ്ക്ക് ഒരു ക്ലോസ് നിറ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക് ചേച്ചിയെടുത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ചേച്ചിയെടുത്ത് ഇപ്പോൾ ചോദിക്കാൻ തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയിലായിട്ടും ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സർക്കിളിലാണെങ്കിലും ചേച്ചി കുറേ ആൾക്കാരെ കാണാറും സംസാരിക്കാറും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പം ചേച്ചിനെ ചൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ രീതിയിൽ എനിക്ക് തോന്നും എനിക്കും കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ചേച്ചി എങ്ങനെയാണ് തീരുമാനിക്കുന്നത് ആരോട് കൂട്ടുകൂടണം ഇല്ലെങ്കിൽ ആരോട് കൂട്ടുകൂടണ്ട? ചേച്ചി എങ്ങനെയാണ് ചേച്ചിയുടെ ഒരു ഫ്രണ്ട് സർക്കിളിനെ ഉണ്ടാക്കി വെക്കുന്നത്? ചേച്ചി എങ്ങനെയാണ് ഒരാളോട് ക്ലോസ് ആകുന്നത്? ലൈക്ക് വാട്ട് ഈസ് യുവർ ഹോൾ there has to be some method that you use to make friends and keep them as your friends. അപ്പം ചേച്ചി അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പലർക്കും ഈ ജോമോളെ കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, വലിയ ജാടക്കാരിയാണ്, അല്പഹങ്കാരിയാണ്. അത് എനിക്ക് തോന്നുന്നു എന്റെ ഒരു അപ്പിയറൻസ് അങ്ങനെയാണ്. എന്റെ ഒരു ഫേസ് തന്നെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫേസ് അല്ല. ചിലരുടെ ഫേസ് കണ്ടിപ്പോ സീ ലൈക്ക് യോഴ്സ്, യു ഡോണ്ട് ലുക്ക് ലൈക്ക് എ ഫ്രണ്ട്ലി പേഴ്സൺ അറ്റ് ഓൾ. അതുപോലെ തന്നെ ആ ഗണത്തിൽപ്പെടും ഞാൻ. പിന്നെ നമ്മുടെ ഒരു നടപ്പും ഭാവവും എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ പക്ഷെ നേരെ മറിച്ചാണ്. എന്റെ മനസ്സിൽ അങ്ങനെയല്ല. ഐ വുഡ് ലൈക്ക് ടു മിങ്കിൾ വിത്ത് പീപ്പിൾ. അതെ, അതിന് നമ്മൾ തമ്മിൽ വളരെ സാദൃശ്യമുണ്ട് അങ്ങനെ 2-3 കാര്യങ്ങളില്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ കുക്കുവിനെ ഞാൻ സുരേഷിന്റെ അവിടെ നിന്നാണ് കാണാറ്. അപ്പം ആസ് യൂഷ്വൽ ഐ സെഡ് എനിക്ക് കംഫർട്ടബിൾ ആയാലേ ഞാൻ സംസാരിക്കത്തുള്ളൂ. അപ്പൊ ചേച്ചിയുടെ അവിടെ സുരേഷിന്റെ വീട്ടിലാണെങ്കിലും ഞാൻ ബാക്കി ആളുകളോടൊക്കെ സംസാരിക്കും. കുക്കുവിന്റെ അടുത്ത് ഞാൻ സംസാരിച്ചില്ല. കുക്കുവിനെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ വെച്ചൊരു ദിവസം കണ്ടു. കുക്കുവിൻ ചിരിച്ചു, ഞാനും ചിരിയിൽ ഒതുക്കി. കുക്കു എന്നോട് ഇപ്പോൾ പറയും, എനിക്ക് ചേച്ചി കൊല്ലാനുള്ള ദേഷ്യമായിരുന്നു, എന്തൊരു ചാടയായിരുന്നു തലയിൽ, ഇങ്ങനെ ആരോടും ചിരിക്കാതെ മിണ്ടാതെ. അപ്പം ഞാൻ ചിരിച്ചു. അപ്പം ചന്തുചേട്ടൻ, എനിക്കറിയാം കുക്കുവിനെ മൂവീസിലെല്ലാം കണ്ടിട്ട്. അപ്പം ചന്തുചേട്ടന് ഡയമണ്ട് നെക്ലേസ് കണ്ടു. ഞാൻ പറഞ്ഞു
ഈ കുട്ടിയെ ഞാൻ ഏത് സ്കൂളിൽ വെച്ചിട്ടാ കണ്ടിട്ടുള്ളത്? കാരണം ആള് വളരെ ഇപ്പോഴും സ്കൂൾ ബാഗെല്ലാം പോയി എന്റെ മക്കളെക്കാളും പ്രായം കുറവായിട്ടേ തോന്നും. ഇവളെ ഞാൻ ഏത് സ്കൂളിൽ വെച്ചിട്ടാ കണ്ടിട്ടുള്ളത്? ഞാൻ പറഞ്ഞ സ്കൂളില് ഭാഗ്യം ചന്ദ്രൻ അങ്ങനെ ഒന്നും ചോദിക്കാതിരുന്ന. ഞാൻ പറഞ്ഞു അതാണ് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അതാണ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെയും അങ്ങനെ സംസാരിക്കും, ഭയങ്കര ലൈവ്ലി ആയിട്ട്. കുക്കുവിന് അങ്ങനെ ഒരു ഇൻഹിബിഷൻ ഒന്നുമില്ല, തുറന്ന എല്ലാ കാര്യങ്ങളും സുരേഷിന്റെ അടുത്തൊക്കെ സംസാരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്യും, ഞാൻ എപ്പോഴും സംസാരിക്കാറൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ എന്തോ ഒരു അവസ്ഥയിൽ ചന്ദ്രനും ഞങ്ങൾ അങ്ങനെ ഇരുന്ന് സംസാരിച്ചു. കുക്കുവിന് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ടോപ്പിക് കൊടുത്താലും കുക്കുവിന് ഒത്തിരി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിനകത്ത് കുക്കുവിൻ്റെതായിട്ടുള്ള ചില കോൺസെപ്റ്റ്സ് ഉണ്ട് ചില കാര്യങ്ങളിൽ. അപ്പൊ ഇപ്പം സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പൊ ചന്ദ്രചേട്ടനാണെങ്കിൽ അങ്ങനത്തെ ആളുകളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചന്ദ്രചേട്ടൻ അപ്പൊ ചന്ദ്രന്റെ വ്യൂ പോയിന്റ്സ് പറയും, കുക്കുവിനെ പറയും. അപ്പൊ അവര് തമ്മിൽ തർക്കിക്കും. അപ്പൊ പിന്നെ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. അപ്പം ഇവർ തമ്മിലായി സംസാരം. ഞാൻ ഇങ്ങനെ നമ്മുടെ ഈ ബാഡ്മിന്റൺ ഒക്കെ കാണുന്നവരെ ഇങ്ങോട്ടും പിന്നെ അവരായി അവരുടെ പാടെന്ന് പറഞ്ഞ് വിടും. പക്ഷെ ഇപ്പം എനിക്ക് മൂവീസിനെ കുറിച്ചിട്ടാണെങ്കിലും ഞങ്ങളുടെ ചില കാര്യങ്ങൾ ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഒരുപോലെയാണ്. ചിലരെ കുറിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാടുകൾ ഒരുപോലെയാണ്. അതെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയും കുക്കു എനിക്ക് അത് ഇഷ്ടമായില്ല കേട്ടോ. കുക്കു അവരുടെ സ്വഭാവം സത്യ ചേച്ചി എനിക്കും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആലോചിക്കുന്നു ചേച്ചി എങ്ങനെ മിണ്ടിയിരുന്നു. ഞാൻ പറഞ്ഞു പിന്നെ ഡിപ്ലോമസി കീപ്പ് ചെയ്യാൻ വേണ്ടി മിണ്ടിയതാണ്. അങ്ങനെ എനിക്ക് ആ ഒരു എനി പോയിന്റ് ഇൻ ടൈം ഐ ക്യാൻ കോൾ ഹെർ ആൻഡ് ഷീ ഓൾസോ കോൾസ് മീ. എനിക്ക് അങ്ങനെ ഇപ്പൊ എന്നും കോണ്ടാക്ട് വെക്കണമെന്നൊന്നുമില്ല. ഒരുപാട് സുഹൃത്തുക്കളുണ്ടോ ജോമോൾക്ക്? ഇല്ല, വളരെ ചൂസ് ചെയ്യാണ്, വളരെ സെലക്റ്റീവ് ആണ്, വളരെ സെലക്ട്, ഫെറോഷ്യസ്ലി പ്രൈവറ്റ് ആണ്. യു ഡോണ്ട് വാണ്ട് others to maybe get to know yes, things yes. about you. എനിക്ക് ഇന്നും അറിയില്ല. മേ ബി ചന്തു, അമ്മ, ഇപ്പൊ ഷേന, അങ്ങനെ അവർക്കല്ലാതെ എന്നെ കംപ്ലീറ്റ് ആയിട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഇല്ല. That's it. ഐ ഡോണ്ട് നോ, അത് ഞാൻ തയ്യാറാവാത്തതാണോ അതോ എന്റെ ഉള്ളിലെ റിംഗിലേക്ക് അതിപ്പോ എനിക്കിപ്പോ ഒരാളെ കാണുന്നു. നമുക്ക് ചില ആൾക്കാരെ ഫസ്റ്റ് ഒരു വൈബില് തന്നെ നമുക്ക് ഒരു വൈബ് കിട്ടില്ലേ? അപ്പൊ ചിലപ്പോ അവര് എനിക്കൊരു വൈബ് അതൊരു നെഗറ്റീവ് വൈബ് കിട്ടിയാൽ ഞാൻ ചിരിക്കില്ല, ഞാൻ തല്ലിക്കും. നേരെ മറിച്ച് എന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ചന്തുവിന് എല്ലാരും ഫ്രണ്ട്സ് ആണ്, എല്ലാവരോടും വർത്താനം പറയും, എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ചന്തു. You have strong likes and dislikes. I have very strong, yes, and I don't think ചന്തു പലതും അങ്ങനത്തെ ചില എന്റെ പിടിവാശി maybe it is that. കുറച്ച് മാറ്റം സ്വഭാവത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. ഇല്ല, എനിക്ക് I prefer to be a little more flexible. ഞാൻ ഫ്ലെക്സിബിൾ ഇൻ ദ സെൻസ് നമുക്ക് സഹായിച്ചു കൊടുക്കാല്ലേ ഈ ഷോയിലൂടെ കുറച്ച് ഫ്ലെക്സിബിൾ ആകാനുള്ള maybe കുറച്ചും കൂടെ ഒരു ഇല്ല ചില നീ വിചാരിക്കുന്ന കുറച്ചും കൂടെ ഒരു മായം വേണം. ഞാൻ സംസാരത്തിലൊന്നും ആരോടും ഞാൻ എല്ലാവരോടും പക്ഷെ കുറച്ചും കൂടെ എന്താ പറയുക ഞാൻ ലിബറൽ അല്ല അത്രയും. ചന്തുവിന് എല്ലാവരോടും നോക്കി ചന്തു വർത്താനം പറയും, എല്ലാവരെയും നോക്കി സംസാരിക്കും. എന്ന് വെച്ചാൽ ഞാൻ ഐ എം നോട്ട് സേയിങ് എനിത്തിങ് അബൌട്ട് ജെൻഡറോ അല്ലെങ്കിൽ കാസ്റ്റോ അല്ലെങ്കിൽ അവരുടെ ഒരു സോഷ്യൽ സ്റ്റാറ്റസോ അല്ല. ഞാൻ എല്ലാവരോടും ഞാൻ സംസാരിക്കും. പക്ഷെ എനിക്ക് അടുപ്പം എനിക്ക് വിരലിൽ എണ്ണാവുന്നത്ര സുഹൃത്തുക്കളേ ഉള്ളൂ. നമ്മളെ തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തെത്തി. ഒരു പക്ഷേ കറക്റ്റ് ചെയ്യണമായിരുന്നു, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയ വല്ല മുഹൂർത്തങ്ങളുണ്ടോ? Is there anything which you want to regret about? ഒരുപാട് ഖേദം തോന്നുന്ന ഇല്ല. എനിക്ക് റിഗ്രറ്റ്, വിഷമം, ഖേദം, ദുഃഖം, സങ്കടം, രോഷം, അങ്ങനെ എന്തെങ്കിലും ഒരു മുഹൂർത്തം എടുത്ത് നോക്കാൻ പറ്റും? എനിക്കങ്ങനെ റിഗ്രറ്റ് ചില കാര്യങ്ങൾ ലീഡ് ചെയ്യട്ടെ. വേണ്ട, നമുക്കത് എനിക്ക് മനസ്സിലായി ഇങ്ങോട്ടാ ലീഡ് ചെയ്യുന്നുള്ള നമുക്കതിനോട് ഞാനൊരു അവസരം തന്നെയാണ്. അതെ, ഞാൻ ആ അവസരം ഇങ്ങനെ സ്നേഹത്തോടെ I have accepted it. Maybe പക്ഷേ എനിക്ക് ഉറപ്പായിട്ട് അറിയാം. ഞാൻ ഒരു ചോദ്യം കൂടെ ഞാൻ ചോദിച്ചു വെക്കാം, അവസാനിപ്പിക്കാം. എന്താ കാരണം വെച്ചാൽ ഒരു പക്ഷേ ജോമോള് എന്താ പറയണ്ടേ, അങ്ങനെ JB ജംഗ്ഷനിൽ എന്നെ കൊണ്ട് എല്ലാം അങ്ങ് പറയിപ്പിക്കണ്ട, അങ്ങനെ ഇയാളങ്ങനെ കേമനാകണ്ട. ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ഇല്ല. എനിക്ക് അറിയാം. ഇല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എനിക്കില്ല. ബിക്കോസ് എന്താ പറയാ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ എനിക്കില്ല. അല്ല, സുഖിപ്പിക്കല്ല. ബിക്കോസ് ഐ ഡോണ്ട് നോ ഹൗ യു വുഡ് റിയാക്ട്. ഞാൻ എല്ലാവർക്കും ഒരു ഇലാസ്റ്റിക് ലിമിറ്റ് ഉണ്ട്. ആ ഒരു ലിമിറ്റിന്റെ ഈ അറ്റം വരെ എത്തി സാർ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ടും യു ഹാവ് എ സ്മൈൽ ഓൺ യുവർ ഫേസ്. Of course. Yes, you have. I always keep a smile. No, not before. I always want you to have a smile also. Yes, you always want me to have a smile. പക്ഷേ ആ സ്മൈൽ സാറിന്റെ മുഖത്ത് നിന്ന് ഞാൻ ഐ എം പുഷിംഗ് മൈ ലക്ക് ടു ഫാർ എന്നുള്ളത് എനിക്കറിയാം. ഓഫ് കോഴ്സ്. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു ഉള്ളൂ, എപ്പോഴും നമ്മളെല്ലാം തിരിഞ്ഞു നോക്കി ഒരു പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ നമ്മൾ ഒന്നിലോ മാനസികമായിട്ടോ സ്വന്തമായിട്ടോ മന്നം ചെയ്യുമ്പോൾ നമ്മൾ
വിഷമിക്കുന്ന അധ്യായങ്ങളുണ്ട്, സന്തോഷിക്കുന്ന അധ്യായങ്ങളുണ്ട്. Of course. ചിലത് നമുക്ക് വേണ്ടാന്നുള്ള വേണ്ടിയിരുന്ന ഒരാളെ പരിചയപ്പെടേണ്ടിയിരുന്നില്ല ആലോചിച്ച് മുഹൂർത്തങ്ങൾ ഉണ്ടാകാം. ഒരുപാട്. Of course, yes. ആകത്തുകയിൽ ജോമോൾ ഗൗരി സംതൃപ്തയാണ്. I am. Because ഞാൻ പറയാം, ചില തെറ്റുകൾ നമ്മൾ സംഭവിച്ചത് തെറ്റുകളാണെന്ന് മനസ്സിലായി. ഇപ്പൊ ചന്തു ചില കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞ് സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ചെറിയൊരു കാര്യങ്ങളായിരിക്കും യു ആർ ബ്ലോയിങ് ഇറ്റ് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ. അപ്പൊ ഞാൻ ചിലപ്പോൾ അപ്പോഴത്തെ നമ്മുടെ ഒരു ഈഗോ വെച്ചിട്ട് നമ്മളത് സമ്മതിക്കത്തില്ല. പക്ഷെ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഒരു അപ്പോഴത്തെ ഒരു നമ്മുടെ ആ ഒരു നമ്മളൊന്ന് തണുത്ത് കഴിയുമ്പോൾ ഇരുന്ന് ഞാൻ ആലോചിക്കും, കറക്റ്റ് വാട്ട് ഈസ് സെഡ്. നമ്മളിൽ നിന്ന് ആ ഈഗോ മാറ്റി കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കും യെസ് വാട്ട് ഈസ് സെഡ് ഇസ് കറക്റ്റ്. ഞാൻ അത്രയും ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ആയിട്ടും എന്തിനാ വെറുതെ കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ചുകൊണ്ടിരുന്നത്? അങ്ങനെയൊന്നും ഇല്ല. ജസ്റ്റ് ലീവ് ഇറ്റ്, ഫേസ് വാല്യൂവിൽ എടുക്കുക. അതുപോലെ ചന്തു ചില കാര്യങ്ങൾ പറയും, ചിലർ എന്തെങ്കിലും പറയുമ്പം നീ അത് ആലോചിച്ചു പോയി വിഷമിക്കരുത്, ഫേസ് വാല്യൂവിൽ എടുക്കുക. അവരതല്ലേ ഉദ്ദേശിച്ചു, ലീവ്. അവർക്ക് വേറെ ഇന്റൻഷൻ ഒന്നും ഉണ്ടാവില്ല, നീ അങ്ങനെ ആലോചിക്കുക. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ കാണാൻ തുടങ്ങി. അങ്ങനെ പണ്ട് അങ്ങനത്തെ ചില മിസ്റ്റേക്സ് പറ്റി. ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വാട്ട് ഐ ആം ഡൂയിങ് റൈറ്റ് നൗ, ഐ ആം നോട്ട് ഡൂയിങ് ടു പ്രൂവ്. ഞാൻ ഒരു കാര്യം ഇന്ന് ഞാൻ ചെയ്യുന്നത്, അതെനിക്ക് എൻ്റെ മക്കളെ തൊട്ടോ ചന്തുവിനെ തൊട്ടോ എനിക്ക് സത്യം പറയാം, ഞാൻ ഇന്ന് ഒരു കാര്യവും ചെയ്യുന്നത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. എൻ്റെ മനസ്സിൽ എനിക്കത് ജെന്യുവൻ ആയിട്ട് തോന്നി. അത് ചിലപ്പോൾ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ അത് തെറ്റായിരിക്കാം, എൻ്റെ കാഴ്ചപ്പാടിൽ ശരിയായിരിക്കും. നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ഇറ്റ്സ് ദ ഡിഫറൻസ്. അപ്പം ഞാൻ ഇന്ന് ഒരു കാര്യവും ഞാൻ ചെയ്യുന്നത് എൻ്റെ മക്കളെ ഡിസിപ്ലിൻ ആക്കുന്നതോ ചന്തുവിൻ്റെ അടുത്ത് വർത്താനം പറയുന്നതോ, ചില കാര്യങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ എന്തിനാ നീ ചന്തുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു വെറുതെ അതൊരു ഇഷ്യൂ ആക്കിയത്, അങ്ങനെ മറ്റുള്ളവർക്ക് തോന്നിയിരിക്കാം. പക്ഷെ എൻ്റെ മനസ്സിൽ അതെനിക്ക് ചെയ്യണം എന്ന് തോന്നിയിട്ട് അതിനൊരു റിഗ്രറ്റ് തോന്നാതെ ആരെയും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അല്ല. ഇപ്പൊ ഞാൻ ഒരാൾക്ക് എന്നെ ഇപ്പം ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു സെക്യൂരിറ്റി എന്റെ ഡോറ് തരുന്നു, അയാൾക്ക് 20 രൂപ അല്ലെ 50 രൂപ എടുത്ത് കൊടുക്കുന്നു. അത് ചുറ്റും നിൽക്കുന്ന ആളുകൾ കാണാൻ വേണ്ടിയിട്ടല്ല, എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ കൊടുത്തത്. ചിലരെ കാണുമ്പോൾ ചിലര് സാധാരണ ചന്തു ആണെങ്കിൽ ഒരു പണിയും അവർ ചെയ്തില്ലെങ്കിൽ അവരുടെ കയ്യിൽ കൊടുക്കും. അപ്പൊ ഞാൻ അതിലേക്ക് ഒരു പണിയും ചെയ്യാണ്ട് നമ്മൾ വണ്ടി റിവേഴ്സ് എല്ലാം നമ്മൾ തന്നെ എടുത്തിട്ട് നമ്മൾ പോകുന്നു, ഒരു പണിയും ചെയ്യാതെ അയാൾക്ക് എന്തിനാ കൊടുക്കുന്നത്? അയാൾ ചെയ്യുകയാണെങ്കിൽ യു ഷുഡ്. പെർസ്പെക്റ്റീവ് കറക്റ്റ്. അപ്പൊ ഞാൻ എന്ത് കാര്യം ഞാൻ മക്കളെ ഡിസിപ്ലിൻ ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ തുറന്ന് സംസാരിക്കുക, ഞാനത് എനിക്ക് എന്റെ മനസ്സിൽ നിന്ന് തോന്നിയിട്ടാണ് ചെയ്യുക. അതപ്പോ അല്ലാതെ ഇവര് വിചാരിക്കുക ഓ നല്ല പിള്ള ചമയാനുള്ള ആറ്റിറ്റ്യൂഡ്, അങ്ങനെയല്ല, ഒരിക്കലുമല്ല. അതാണ് ജോമോളെ, നമ്മുടെ സ്വന്തം പേഴ്സണാലിറ്റിയാണ് ഏറ്റവും പ്രധാനം. അതെ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് നമ്മൾ പ്രൂവ് ചെയ്യാൻ ചെയ്യുമായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ് കുടുംബത്തിലേക്ക് വന്ന സമയത്ത് യെസ് എല്ലാവരും എന്നെ ചന്തുവിന്റെ ഭാര്യ എന്ന് കരുതിയിട്ടാണ് എന്നെ ഇഷ്ടപ്പെട്ടത്. ബിക്കോസ് ചന്തു വാസ് ദിയർ ഫേവറേറ്റ്. ചന്തു കുടുംബത്തിലെ ഒരു ഫേവറേറ്റ് ആണ്. ആ ഫാമിലി, ചന്തുവിന്റെ ഫ്രണ്ട് സർക്കിളിലെല്ലാം ചന്തു വാസ് ഫേവറേറ്റ്. കാരണം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചന്തുവിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ആളുകളെ ഹെൽപ്പ് ചെയ്യുന്നത്, ആളുകളോടുള്ള ആറ്റിറ്റ്യൂഡ്, അവരോടുള്ള കരുണ, അതുപോലെ അവരോട് സംസാരിക്കുന്ന കാര്യം, എല്ലാ കാര്യങ്ങളും ഐ ഹാവ് ലേൺഡ് എ ലോട്ട് ഫ്രം ഹിം. ഐ എം സ്റ്റിൽ ലേണിംഗ് ഫ്രം ഹിം. അപ്പൊ ചന്തുവിന് ഒരു ഭാര്യ വന്നു എന്ന് പറയുമ്പോൾ എല്ലാവരും ചന്തുവിനെ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് എല്ലാവരും എന്നെ ഇഷ്ടപ്പെട്ടത്. ചന്തുവിന്റെ ഭാര്യ നല്ലതായിരിക്കണം, കാരണം ചന്തു കണ്ടുപിടിച്ചതല്ലേ. അങ്ങനെ അപ്പൊ ഞാൻ എന്ത് ചെയ്യും, നോ, എനിക്കൊരു ഇതായിരുന്നു, എൻ്റെ ഒരു ഇൻഡിവിജ്വാലിറ്റി അത് ഇഷ്ടപ്പെടണം. കാരണം ഞാൻ എല്ലാം ഇട്ടെറിഞ്ഞ് വന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ. ഞാൻ ഇങ്ങനെയാണ്, ഞാൻ നല്ലതാണ്, എനിക്ക് നല്ല മനസ്സുണ്ട് എന്നെ കുറിച്ച് പറയാൻ ആരുമില്ല. പ്രൊവൈഡഡ് ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ കേരളത്തിൽ വന്ന് എന്നെ പണ്ട് പരിചയമുള്ള അവള് നന്നായി പഠിക്കുമായിരുന്നു, എല്ലാത്തിലും എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യുമായിരുന്നു, എല്ലാവരോടും ഭയങ്കര നല്ല സ്വഭാവമായിരുന്നു എന്ന് പറയുന്നതിന് മുൻപൊരു കാലമുണ്ടായിരുന്നു, വെൻ വി വെയർ ഇൻ ബോംബെ. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്നെ ഇഷ്ടപ്പെടണം, ചന്തുവിന്റെ വൈഫ് എന്നുള്ള രീതിയിൽ എല്ലാവരും അതിനെ ആക്സെപ്റ്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നോ, ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം മീ എന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. ഇപ്പം ഇത്രയും കാലമായി ഇനിയിപ്പോ ഞാൻ പ്രൂവ് ചെയ്യാനൊന്നും, ഞാൻ എന്ത് ചെയ്യുന്നു ചിലപ്പോ കാഴ്ചപ്പാടിൽ തെറ്റായിരിക്കാൻ ഞാൻ, പക്ഷെ ഞാൻ എന്റെ മനസ്സിൽ എനിക്ക് ഞാൻ പറയില്ലേ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത ഒരു മിസ്റ്റേക്ക് എന്റെ മനസ്സിൽ, ഞാനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കൊച്ചുകുട്ടിയാണെങ്കിലും പോയി ഐ അപ്പോളജൈസ് ഇഫ് ഇറ്റ് ഇസ് മൈ മിസ്റ്റേക്ക്. എനിക്ക് ആ ഈഗോ മാറ്റിയിട്ട് ഇന്ന് ആ ഒരു മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. എൻ്റെ ഈഗോ മാറ്റി ഐ അപ്പോളജൈസ്. പക്ഷെ വേറൊരു അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ സംസാരിക്കും. ഇല്ല, ഐ വിൽ ഗോ ആൻഡ് ടോക്ക്. സീ, ഇഫ് ഐ ഹാവ് ഡൺ സംതിങ് ടു യു റോങ്,
ഐ വിൽ കം ടു യു ആൻഡ് സേ ഐ എം സോറി. മനുഷ്യനാണ്, തെറ്റ് പറ്റിപ്പോയി, ഹ്യൂമൻ. ഈ നല്ല സ്വഭാവത്തിന് നമുക്കൊരു കൈയടി കൊടുക്കാം. ജോമോൾ, ഒരു പക്ഷേ എനിക്ക് വേണമെങ്കിൽ ജോമോളോട് ഇനിയും അനന്തമായി സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയാണ്. പക്ഷേ ടെലിവിഷൻ ഷോയ്ക്ക് അതിൻ്റെ ഒരു പരിമിതിയുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ പരിമിതി ഭേദിച്ച് പോയി. ആക്ച്വലി നമ്മൾ വിചാരിച്ചിരുന്ന സമയത്തേക്കാളൊക്കെ അപ്പുറത്ത് പോയിരിക്കുന്നു. ജോമോൾ എന്നുള്ള ഒരു കലാകാരി, ഓൺട്രപ്രനർ, കുടുംബിനി, സുഹൃത്ത്, അമ്മ, സഹോദരി, മകള്, മരുമകള്, അങ്ങനെ പല ഭാവങ്ങളുമുണ്ട്. പക്ഷെ മലയാളി ഇഷ്ടപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം ജോമോളുടെ കലയാണ്. ആ കല വീണ്ടും ജോമോളെ വർദ്ധിച്ച ആവേശത്തോടെ ആശ്ലേഷിക്കട്ടെ. ഒരുപാട് പുരസ്കാരങ്ങൾ വരട്ടെ. അതുപോലെ കുടുംബത്തിൽ ഒരുപാട് സൗരഭ്യവും സൗഹൃദവും ഉണ്ടാകട്ടെ. ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്ന ബിസിനസ്സിൽ ഒരുപാട് സമ്പത്തുണ്ടാകട്ടെ. ഉണ്ടാകുന്ന സമ്പത്തിന്റെ ഒരു വീതം എനിക്ക് തരട്ടെ. ഇത്രയും നേരം അതൊന്നും ഞാൻ മറന്നിട്ടില്ലായിരുന്നു പറഞ്ഞുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് എല്ലാവിധ ഐശ്വര്യങ്ങളും. എനിക്ക് മനസ്സിൽ ഒരുപാട് ടെൻഷനോട് കൂടിയാണ് വന്നത്. പക്ഷെ എന്നെ അമ്മ പഠിപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ ടെൻഷനോ ഫിയറോ നമ്മൾ വെളിയിൽ കാണിച്ചില്ലെങ്കിൽ ആർക്കും അത് മനസ്സിലാവാൻ പോകുന്നില്ല. നമ്മുടെ ഉള്ളിലുണ്ടായിക്കോട്ടെ, പുറമെ ചിരിച്ചോണ്ടിരുന്നാൽ മതി. അപ്പൊ ആർക്കും മനസ്സിലാവില്ല. എന്നെ ഈ ഷോയില് വിളിച്ചതിന് മുൻപും വിളിച്ചിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, സർട്ടൻ എന്താ പറയാ, ഫോർ സർട്ടൻ നോൺ റീസൺസ് ഞാൻ ഇതിനു മുൻപ് വന്നിട്ടില്ലായിരുന്നു. പിന്നെ എന്ന് ഔട്ട് ഓഫ് ദി ബ്ലൂ ഞാൻ വിചാരിച്ചു യെസ് വരാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ വന്നു. ആൻഡ് റൈറ്റ് നൗ ആ ഒരു ഡിസിഷനും ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ദ ടൈം ഐ സ്പെൻഡ് വിത്ത് യു ആൻഡ് എവ്രിബഡി ഇൻ ദ സെറ്റ് ഞാൻ ഒരുപാട് ആസ്വദിച്ചു. സാറിനെ കുറിച്ചൊരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണ ഒരു ആഫ്റ്റർ സം ടൈം മാറിയിരുന്നു. ഇപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറി. കാരണം ഷോ കഴിഞ്ഞതുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഷോ കഴിഞ്ഞിട്ടാണ് സൂചിപ്പിക്കുന്നത്. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അതൊന്ന്. അല്ല, അത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഫ്രണ്ട് സർക്കിളിൽ കുറച്ച് പേരോട് പറയുന്നത് ഇങ്ങനെ ഞാൻ അപ്പൊ എനിക്ക് ഇന്നലെ വൈകുന്നേരം വരെ ഐ വാസ് ടു കൂൾ അബൌട്ട് ഇറ്റ്. ഞാൻ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരാൾ ചോദിച്ചു എന്താ നാളെ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു നാളെ എനിക്ക് രാവിലെ ഇച്ചിരി ഹെൽപ്പാണ്, ഷൂട്ടുണ്ട്. ഏത് ഷൂട്ട്? നമ്മൾ JB ജംഗ്ഷന് പോകണം. പോവണോ? ഞാൻ ചോദിച്ചു എന്തുകൊണ്ട്? കുറെ കുത്തിയുള്ള ചോദ്യങ്ങൾ വരും, അത് സൂക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സാരമില്ല, ഞാൻ ഇറ്റ്സ് ഓക്കെ, ലീവ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് അത് വിട്ടു. അടുത്ത ആൾ ഇങ്ങനെ ചോദിച്ചു എന്താണ്? അപ്പൊ നാളെ ഞാൻ വീട്ടിൽ വന്നാൽ ഉണ്ടാവില്ല, ഞാനിങ്ങനെ JB ജംഗ്ഷന് പോവാണ്. അനാവശ്യമായി ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. വേണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് സാരമില്ല, നോ പ്രോബ്ലം, എന്താ ചോദിക്കണം, ഐ നോ ഹിം, നമ്മുടെ നെയ്ബേഴ്സ് ആണ്, ഞങ്ങൾ കണ്ട് പരിചയമുള്ളത്. അപ്പൊ അതും വിട്ടു. മൂന്നാമത്തെ അടുത്ത കാലത്ത് പോലെ എന്താ സംസാരിച്ച എന്തിനാണ് ആക്സെപ്റ്റ് ചെയ്തത്? തലയ്ക്ക് അത് തന്നെ. എന്തിനാണ് ഇത് ആക്സെപ്റ്റ് ചെയ്തത്? ഇത്രയും കാലം വേണ്ടെന്ന് വെച്ചാൽ ഇതുവരെ വേണ്ടെന്ന് വെച്ചൂടെ? എന്തിനാന്ന് സ്വയം ഇങ്ങനെ ഗ്രിൽഡ് ആവാൻ വേണ്ടിട്ട് അവിടെ പോയി ഇരിക്കുന്നത്? അത് എന്റെ തലയ്ക്കകത്ത് കയറിയോ എന്നൊരു സംശയം. രാത്രി ഇങ്ങനെ, അതുകൊണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. ഇനിയിപ്പോ പോയിട്ട് കിടന്നോളാം. ഇനി ഒറ്റ ഒരു അഭ്യർത്ഥനയുണ്ട്. ഇനി ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എനിക്ക് ഈൽഡ് ചെയ്യൂലോ? ഈ 3 പേരുടെ നമ്പറും പേരും എനിക്ക് തരണം. അത് തരാം. ഓക്കെ, താങ്ക് യു ജോമോൾ. താങ്ക് യു സോ മച്ച്.